അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന ഇസ്രായേലിനെതിരെ ഒന്നിച്ചു നീങ്ങാൻ ആഹ്വാനം ചെയ്ത് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഉച്ചകോടി. ഇസ്രായേലുമായുള്ള സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങളിൽ പുനരാലോചന ആവശ്യമാണെന്ന് ഉച്ചകോടി അഭിപ്രായപ്പെട്ടു. ഖത്തർ അമീറിന്റെ അധ്യക്ഷതയിലായിരുന്നു സമ്മേളനം. ദോഹയിൽ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ ഇന്നലെ ദോഹയിൽ ഒത്തുകൂടിയത്. ഇസ്രായേൽ നടത്തുന്ന നിയമലംഘനങ്ങൾ അക്കമിട്ട് നിരത്തുന്നതും അതിൽ നടപടി ആവശ്യപ്പെടുന്നതുമാണ് അറബ് ഇസ്ലാമിക ഉച്ചകോടി പാസാക്കിയ പ്രമേയം. ദോഹയിലെ ഇസ്രായേൽ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ചുള്ള പരിഷ്കൃതവും ഉത്തരവാദിത്വപൂർണവുമായ നിലപാടാണ് വിഷയത്തിൽ ഖത്തർ സ്വീകരിച്ചതെന്നും രാഷ്ട്ര നേതാക്കൾ അഭിപ്രായപ്പെട്ടു. നിരന്തരമായ നിയമലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലുമായുള്ള സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങളിൽ അംഗരാഷ്ട്രങ്ങൾ പുനരാലോചന നടത്തണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു. ഇസ്രായേലിനുമേൽ ഉപരോധം ഏർപ്പെടുത്തണം. ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, സൈനിക ഉപകരണങ്ങൾ എന്നിവയുടെ വിതരണവും കൈമാറ്റവും നിർത്തിവെക്കണം. ഫലസ്തീനികൾക്കു നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഉത്തരവാദികളായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടി. UN-ൽ ഇസ്രായേലിന്റെ അംഗത്വം സസ്പെൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾക്ക് അറബ് രാഷ്ട്രങ്ങൾ തുടക്കമിടുമെന്ന് പ്രമേയത്തിൽ പറയുന്നു. ഫലസ്തീൻ പ്രശ്നം മറച്ചുപിടിച്ചോ അവരുടെ അവകാശങ്ങൾ അവഗണിച്ചോ പശ്ചിമേഷ്യയിൽ സമാധാനം സാധ്യമാകില്ല. ദ്വിരാഷ്ട്ര പദ്ധതി മാത്രമാണ് ഫലസ്തീൻ പ്രശ്നത്തിലെ ശാശ്വതമായ ഏക പോംവഴി. ഫലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കാൻ UN രക്ഷാ കൗൺസിൽ അതിന്റെ നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും അറബ് രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടു. മീഡിയ 1 ദോഹ.